നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമുകളെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി 2019 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമാണ് ബഡ്സ് ആക്ട്. ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ എന്താണ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ, ഏതൊക്കെയാണ് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ, ഏതൊക്കെ കോമ്പറ്റീറ്റിംഗ് അതോറിറ്റിക്കാണ് ഇതിനെതിരെയുള്ള കേസ് ഫയൽ ചെയ്യാൻ കഴിയുക, അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. മണി ചെയിൻ പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ തടയിടുക, അതുപോലെ പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും പല സ്കീമുകളെയും തടയിടുക എന്നുള്ള ലക്ഷ്യമാണ് ബഡ്സ് ആക്ടിനുള്ളത്. 1978 പ്രൈസ് ചിറ്റ്സ് മണി സർക്കുലേഷൻ ആക്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്കായിരുന്നു അതിൻ്റെ പൂർണ്ണമായ ചുമതല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 2019 ഈ ബഡ്സ് ആക്ട് എന്ന് പറയുന്ന ഈ ആക്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനുള്ള അധികാരമുള്ളത്? നമുക്കറിയാം, സെൻട്രൽ അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അവർക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന പല സാമ്പത്തിക സ്ഥാപനങ്ങളും നമുക്കറിയാം. KSFE അതുപോലുള്ള സ്ഥാപനങ്ങൾ, അവർക്കൊക്കെ ഇത്തരത്തിലുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് പൊതുജനങ്ങളിൽ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അതേപോലെ നമുക്കറിയാം, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, കോപ്പറേറ്റീവ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. പക്ഷേ ഇവരൊക്കെ ഇതിനിടയിൽ കൂടി ചില അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെയുള്ള മെമ്പേഴ്സിൽ നിന്ന് പണം സ്വരൂപിക്കാൻ അവർക്ക് കഴിയും. പക്ഷേ അത് വോട്ടിംഗ് റൈറ്റുള്ള മെമ്പർമാരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് ബഡ്സ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന നിയമം. പക്ഷേ പല കോപ്പറേറ്റീവ് സൊസൈറ്റികളും പലതരത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഇപ്പോൾ കാണുന്ന ആൾക്കാരോടൊക്കെ റിക്കറിംഗ് ഡെപ്പോസിറ്റും സേവിങ്സ് അക്കൗണ്ടും സേവിങ്സ് ഡെപ്പോസിറ്റൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ പെൻഷൻ ഫണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട് അതോറിറ്റി, SEBI, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇതിനൊക്കെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്വീകരിക്കാനും ഉള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബ്രോക്കർമാർക്കൊക്കെ ഷെയർ ഓഹരി വിപണിയിലേക്ക് ആവശ്യമുള്ള ഫണ്ട് അതിനുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെയാണ് നമ്മൾ റെഗുലേറ്റഡ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുക. ഇത്തരത്തിലുള്ള റെഗുലേറ്റഡ് ഡെപ്പോസിറ്റുകൾ ഈ റെഗുലേറ്റഡ് ബോഡികൾക്ക് മാത്രമേ സ്വീകരിക്കാനുള്ള അധികാരമുള്ളൂ. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, കമ്പനികൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ, അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ, ഇവർക്കൊക്കെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അത് തന്നെ പ്രത്യേക നിയമത്തിൻ്റെ കീഴിൽ പ്രത്യേക സെക്ഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് അത് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഈ ഒരു ഡെപ്പോസിറ്റ് സ്കീമിനെ കുറിച്ച് നമ്മളോട് വന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് ഓൺലൈനിൽ ചെക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഡെപ്പോസിറ്റ് സ്കീം ബഡ്സ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡെപ്പോസിറ്റ് സ്കീമാണോ എന്ന് പൊതുജനങ്ങൾക്ക് തന്നെ പരിശോധിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ഫെസിലിറ്റിയിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റിൽ നമ്മൾ ഉൾപ്പെട്ടു പോയി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. പോലീസ് ഓഫീസർക്ക് ഈ കേസ് ജെനുവിൻ ആണെന്ന് തോന്നുകയും പരിശോധനയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ജില്ലാ കളക്ടർക്ക് ആ റിപ്പോർട്ട് നൽകുകയും ജില്ലാ കളക്ടർ അവരുടെ അക്കൗണ്ട്, അവരുടെ അതുപോലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ, അസറ്റുകളൊക്കെ ഫ്രീസ് ചെയ്യാനുള്ള അധികാരമാണ്. ഓരോ സ്റ്റേറ്റിലും സെക്രട്ടറി ടു ഗവൺമെൻറ് എന്ന് പറയുന്ന ആ അധികാരത്തിലിരിക്കുന്ന ആൾ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി ഈ ബഡ്സ് ആക്ടിന് വേണ്ടി രൂപീകരിക്കണമെന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കമ്മിറ്റിക്ക് ഈ കേസ് പരിശോധിച്ച് ഇത് ബഡ്സ് ആക്ടിൻ്റെ കീഴിൽ വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഉചിതമായ നടപടികൾ എടുക്കാവുന്നതാണ്. 2 വർഷം മുതൽ അൺബെയിലബിളായിട്ടുള്ള തടവ് ശിക്ഷയും 10 കോടി രൂപ വരെ പിഴയുമാണ് ഈ ബഡ്സ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന കേസുകളുടെ ശിക്ഷ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ ബഡ്സ് ആക്ടിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ. കാരണം പണം സ്വീകരിക്കും,
അവിടെ ഒരു പ്രൊഡക്റ്റോ സേവനമോ നൽകാതെ ഒരു നിശ്ചിത പരിധിക്ക് ശേഷം എത്ര ഫണ്ടായിട്ട് നമ്മൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥാപനങ്ങളും ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് വീഴുന്നതിന് മുൻപ് ഇത് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ, ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥാപനമാണോ, ഇത് നിയമപരമായി സാധുതയുള്ള ഡെപ്പോസിറ്റുകളാണോ എന്നുകൂടെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്.